ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന ഈ നല്ല അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം ചിന്തിച്ചു വന്നതായ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെക്കുറിച്ചാണ്. അതിൽ 2 ഭാഗ്യവാന്മാരെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം കാണുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം കണ്ടു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ ഭാഗ്യവാനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ ഭാഗ്യവാനാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആരാണ് ഈ കുഞ്ഞാട്? ഏതാണ് ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ? പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടെന്ന് പറയുന്നത് കാൽവറിയിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ഊനമില്ലാത്ത കുഞ്ഞാടാകുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ഈ കുഞ്ഞാട്. ആ കുഞ്ഞാട് നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് അവൻ്റെ കാൽവറിയിലെ യാഗം മൂലം, അവൻ്റെ തിരുരക്തം മൂലം പിശാചിൻ്റെ അടിമകളായിരുന്ന നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ മണവാട്ടികളാക്കി അവൻ തീർത്തു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവാകുന്ന മണവാളനും അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത അവൻ്റെ സഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ളതായ ഒരു കല്യാണ സദ്യ, ആ വിവാഹം നടന്നിട്ടില്ല ഇതുവരെയും. അത് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് മധ്യാകാശത്തിലെ മണിപ്പന്തലിൽ കർത്താവായ യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ ആ വിവാഹ സദ്യ, ആ കല്യാണ സദ്യ നടക്കും. ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം അവൻ വീണ്ടെടുത്ത് അവന് മണവാട്ടി സഭയിലെ അംഗങ്ങളാക്കി അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേല എന്ന് പറയുന്നത്. പിശാചിൻ്റെ അന്ത്യക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ മനുഷ്യനെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ മനുഷ്യന് സുബോധം കൊടുത്ത് ക്രിസ്തു മനുഷ്യന് വേണ്ടി മരിച്ചിട്ടുണ്ട് എന്നും ക്രിസ്തു മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതായ സദ്വാർത്ത സുവിശേഷം മനുഷ്യനെ അറിയിച്ച് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ മണവാട്ടി സഭയിലേക്ക് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേലയാണ് സുവിശേഷ യോഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേലയാണ് പരിശുദ്ധാത്മാവ് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവമക്കളോട് പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട അപ്പോസ്തലൻ പറയുകയാണ്, കൊരിന്ത്യയിലുള്ളതായ ദൈവമക്കളോട് പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തുവുമായിട്ട് എന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അവനുമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. വിവാഹം നടന്നിട്ടില്ല. വിവാഹത്തിന് മുമ്പുള്ള വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അതാണ് അപ്പോസ്തലനോട് പറയുന്നത്,
ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുമോ? ഞാനും യേശുവും തമ്മിലുള്ളതായ ആ വിവാഹ നിശ്ചയം നടന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാനുള്ളതായ വിവാഹ നിശ്ചയം എൻ്റെ ജീവിതത്തിൽ നടന്നു. ഞാൻ ക്രിസ്തുവാകുന്ന മണവാളനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തുവോ? എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചുവോ? ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ കർത്താവും എൻ്റെ ഉടയവനും എൻ്റെ ഉടമസ്ഥനും എൻ്റെ അരുമ മണവാളനുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചുവോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവൈതലാണോ? ഞാനൊരു മാനസാന്തരപ്പെട്ട ദൈവവൈതലാണോ? നിങ്ങൾ ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ആ വിവാഹ നിശ്ചയം നടന്നു. ക്രിസ്തു എൻ്റെ അരുമ മണവാളനാണെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു വിശ്വാസവും ഒരനുഭവവും കിട്ടിയോ? ഈ അരുമ മണവാളനായ യേശു എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നുള്ളതായ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? യേശു ക്രിസ്തു എന്ന അരുമ മണവാളൻ, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? ഈ യേശുവിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു ആനന്ദം വരുന്നുണ്ടോ? എന്നെ വീണ്ടെടുത്തവനായ ക്രിസ്തു, എന്നെ വിലയ്ക്ക് മേടിച്ചവനായ ക്രിസ്തു, എന്നെ നരകത്തീയിൽ നിന്ന് വലിച്ചെടുത്തവനായ ക്രിസ്തു, എൻ്റെ പാപബന്ധനങ്ങൾ അഴിച്ചവനായ ക്രിസ്തു, എൻ്റെ പാപശാപങ്ങളെല്ലാം കഴുകിത്തന്നവനായ ക്രിസ്തു, നിത്യനരകത്തിന് അവകാശിയായിരുന്ന എന്നെ നിത്യജീവൻ ഓഹരിക്കാരനാക്കി തീർത്ത ക്രിസ്തു. പ്രിയപ്പെട്ടവർ, അവനെൻ്റെ അരുമ മണവാളനാണ്. അവനെന്നെ ചേർക്കാൻ വീണ്ടും വരും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ അതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അതാണ്. ഈ ലോകത്തിൽ ദുഃഖങ്ങളുണ്ട്, നെടുവീർപ്പുകളുണ്ട്, വേദനകളുണ്ട്, സങ്കട വിഷയങ്ങളുണ്ട്, അനേക ആധികളും വ്യാധികളുമുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്താണ്? എന്നെ ചേർക്കാൻ എൻ്റെ അരുമ മണവാളനായ യേശു ഒരിക്കൽ വരും. ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കലേക്ക് പറന്നു പോകും. ഞാൻ എൻ്റെ യേശുവിനെ കാണും. എനിക്ക് വേണ്ടി ആണിപ്പാടേറ്റ ആ യേശുവിൻ്റെ പാദപീഠത്തിൽ ഞാൻ 2 തുള്ളി കണ്ണുനീർ വീഴ്ത്തും. അങ്ങനെ ഞാൻ യുഗായുഗം എൻ്റെ യേശുവിനെ വാഴ്ത്തിപ്പാടി സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിൽ കഴിയും. പ്രിയപ്പെട്ടവരെ, അതാണോ നിങ്ങളുടെ പ്രത്യാശ? അതാണോ നിങ്ങളുടെ സന്തോഷ വിഷയം? ക്രിസ്തുവാകുന്ന മണവാളൻ, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. സഹോദരാ, നീ ഒരു ഭാഗ്യവാനാണ്. നിന്നെയും യേശു ക്രിസ്തുവിൻ്റെ ആ മണവാട്ടി സഭയുടെ ആ വിവാഹ വിരുന്നിലേക്ക് നിനക്കും ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് വചനം കേൾക്കാനിടയായത്. ഈ വചനം നിന്റെ കാതുകളിൽ എത്തുന്നത് ആ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്കുള്ള ക്ഷണമാണ് നിന്റെ ചെവിയിൽ എത്തുന്നത്. നിന്നെയും അവൻ്റെ മണവാട്ടിയാക്കുവാൻ പരിശുദ്ധാത്മാവ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹൃദയം നീ താഴ്ത്തി കൊടുക്കുമോ? നിന്റെ ഹൃദയം നീ ഒന്ന് വിനയപ്പെടുത്തുമോ? നിന്റെ ഹൃദയം നീ തുറക്കുമോ? യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് വിളിക്കുമോ? യേശുവിനെ നിന്റെ അരുമ മണവാളനായി നിന്റെ ഹൃദയത്തിൽ നീ ഒന്ന് സ്വീകരിക്കുമോ? നിന്റെ ഹൃദയം നീ അവന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ? പ്രിയപ്പെട്ടവർ, എന്തൊരു സൗഭാഗ്യകരമായ ജീവിതമാണ്! എന്തൊരു സന്തോഷകരമായ ജീവിതമാണ്! എന്തൊരു പ്രത്യാശയുള്ള ജീവിതമാണ്! എന്തൊരു ധൈര്യമുള്ള ജീവിതമാണ്! ഈ ലോകം വെറും മായയല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ലോകം വെറും മായയല്ലേ? ഇവിടെ കാണുന്നതെല്ലാം നശ്വരമല്ലേ? ഇവിടെ എല്ലാം എന്തെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? ഒരു നിമിഷം കൊണ്ടെല്ലാം തീരുകയില്ലേ? ഇവിടെ നാം പറന്നു പോകാനുള്ളവരല്ലേ? പറന്ന് എൻ്റെ അരുമ മണവാളൻ്റെ അടുക്കലേക്ക് ഞാൻ പറന്നു പോകാനുള്ളവനാണ്. ആ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കുന്നുണ്ടോ? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു രാജാവിൻ്റെ മകൻ്റെ കല്യാണ സദ്യയെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു. എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. കല്യാണത്തിന് വരുവീനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവീനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. ഒരു രാജാവിൻ്റെ മകൻ്റെ കല്യാണ സദ്യ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ മകൻ രാജകുമാരൻ്റെ കല്യാണ വിരുന്ന് നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സാമാന്യ ബുദ്ധിയിൽ നാം ചിന്തിച്ചാൽ രാജാവിൻ്റെ രാജകുടുംബത്തിൽ പെട്ടവരെ ആയിരിക്കാം ആ വിവാഹ സദ്യയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. രാജാവിൻ്റെ കുടുംബ മഹിമയിൽപ്പെട്ട
ചാർച്ചയിൽപ്പെട്ട രാജകുടുംബത്തിൽപ്പെട്ട അനേകരെ സദ്യക്ക് ക്ഷണിച്ചു. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് രാജാവ് സദ്യക്ക് അവരെ ക്ഷണിച്ചത്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരെയും സ്വന്തക്കാരെയും രാജകുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ക്ഷണിച്ചത്. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അടുത്ത വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും. അവർ അത് കൂട്ടാക്കാതെ, ഈ ക്ഷണം ലഭിച്ചവർ ആരും അത് കൂട്ടാക്കിയില്ല, അതിന് വില കൊടുത്തില്ല. രാജാവിൻ്റെ ക്ഷണം അവർ തിരസ്കരിച്ചു കളഞ്ഞു, നിരസിച്ചു കളഞ്ഞു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ മകൻ്റെ കല്യാണ സദ്യയുടെ ക്ഷണം അവർ നിരസിച്ചു കളഞ്ഞു. ഏത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരാണ്, രാജകുടുംബത്തിൽപ്പെട്ടവരാണ്, സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരാണ്, ചാർച്ചയിൽപ്പെട്ടവരാണ്. അവർ ഈ രാജകുമാരൻ്റെ കല്യാണ സദ്യക്കുള്ള ക്ഷണം നിരസിച്ചു കളഞ്ഞു, അവർ തിരസ്കരിച്ചു കളഞ്ഞു. അവർ അവരുടെ വഴിക്ക് ജീവിച്ചു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ് നാം വായിക്കുന്നത്? അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച്. മറ്റു ചിലർ എന്ത് ചെയ്തു? ഈ ക്ഷണിക്കാൻ വന്ന രാജാവിന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാജകുമാരന്റെ മകന്റെ കല്യാണ സദ്യയുടെ ക്ഷണവുമായി വന്ന ദാസന്മാരെ അവർ പിടിച്ച് കൊന്നുകളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാം നമുക്ക്. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം പട്ടണങ്ങളെ ചുട്ടുകളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. വീണ്ടും താഴ്ത്തു നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായില്ല. രാജകുടുംബത്തിൽപ്പെട്ടവർ, കല്യാണ സദ്യക്ക് യോഗ്യതയുള്ളവർ, അവർ യോഗ്യരായില്ല. അവരാരും വന്നില്ല. അവർ ഈ ക്ഷണം നിരസിച്ചു കളഞ്ഞു, അവർ ഈ ക്ഷണം തിരസ്കരിച്ചു കളഞ്ഞു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് ദാസന്മാരെ വീണ്ടും അയച്ചിട്ട് ദാസന്മാരോട് പറയുകയാണ്, നിങ്ങൾ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ. പ്രിയപ്പെട്ടവരെ, രാജകുടുംബത്തിന് യോഗ്യതപ്പെട്ടവരല്ലവര്. വഴിത്തലക്കൽ നിൽക്കുന്നവര്, മെനക്കെട്ട് നിൽക്കുന്നവര്, അതും ഇതും സംസാരിച്ച് നിൽക്കുന്നവര്, യോഗ്യതയില്ലാത്തവര്, രാജകുടുംബത്തിൽ കാൽകുത്താൻ യോഗ്യതയില്ലാത്തവര്, നിങ്ങൾ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയെല്ലാം വിളിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം എന്താണ്? ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജകുമാരന്റെ കല്യാണത്തിനുള്ളതായ ക്ഷണം, അതിന് യോഗ്യതയുള്ളവർ വന്നില്ല. അതവർ നിരസിച്ച് കളഞ്ഞപ്പോൾ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും വഴിത്തലയ്ക്കൽ ചെന്ന് മെനക്കെട്ട് നിൽക്കുന്നവരെയും കൂട്ടിക്കൊണ്ട് ഈ രാജകുമാരന്റെ സദ്യക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാം ചിന്തിക്കുമ്പോൾ, ഇത് നാം ധ്യാനിക്കുമ്പോൾ, ഇത് നമ്മുടെയും അവസ്ഥയല്ലേ? ഈ രാജകുമാരൻ്റെ സദ്യക്ക് വരുവാൻ, ഈ കല്യാണ സദ്യക്ക് വരുവാൻ, ആ ക്ഷണം ലഭിക്കുവാൻ നാം ആരും യോഗ്യരല്ല. നാം ആരും രാജകുടുംബത്തിൽപ്പെട്ടവരല്ല. നാം എല്ലാം വഴിത്തലയ്ക്കൽ നിന്നവരാണ്, ദുഷ്ടന്മാരാണ്, അവിശ്വാസികളാണ്, പാപത്തിൽ ജീവിക്കുന്നവരാണ്, അശുദ്ധിയിൽ ജീവിച്ചവരാണ്, ശാപത്തിൽ പിശാച് കെട്ടിയിട്ടവരായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതലതായ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്ന് അപ്പോസ്തലനോട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. അക്കാലത്ത്, നമ്മുടെ കഴിഞ്ഞ കാലം, അത് ക്രിസ്തുവിനെ കൂടാതെയുള്ള കാലമായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും, ഇസ്രായേൽ പൗരതയോട്, ദൈവജനവുമായിട്ട്, ഈ സ്വർഗീയ രാജകുടുംബത്തോട്, ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും, ഈ സ്വർഗീയ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നാം അന്യരായിരുന്നു. നാം പുറംപറമ്പിൽ കിടന്നവരായിരുന്നു. ഈ സ്വർഗീയ സൗഭാഗ്യങ്ങളൊന്നും ലഭിപ്പാൻ നാം ആരും യോഗ്യരായിരുന്നില്ല. നാം ജാതികളായിരുന്നു.
ഈ സ്വർഗീയ രാജാവിൻ്റെ അരുമകുമാരനായ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലേക്ക് വരുവാൻ നാം യോഗ്യരായിരുന്നില്ല. നമുക്കതിനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീരെന്ന പുസ്തകം പറയുകയാണ്, നമ്മോട് പറയുകയാണ്. നാം ഓർത്തുകൊള്ളണം. എന്താണ് ഓർക്കേണ്ടത്? ഞാൻ ആരായിരുന്നു? ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്തവനായിരുന്നു. ദൈവജനമെന്ന് പറയുവാൻ എനിക്ക് അവകാശമുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജാതിയായിരുന്നു. ദൈവിക ഈ സ്വർഗീയ അവകാശത്തിലേക്ക് വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പുറജാതിയായിരുന്നു. ഞാൻ ദൈവത്തിന് ജനമായിരുന്നില്ല. എന്നാൽ വലിയവനായ ദൈവം എന്താണ്? കർത്താവ് നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവൻ നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും. പ്രിയപ്പെട്ടവരെ, വലിയവനായ ദൈവം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന നിത്യനാശത്തിന്റെ അവകാശികളായിരുന്ന നമ്മെ ഓരോരുത്തരെയും ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലാത്ത, ഈ രാജകുടുംബത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് വരുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത, ഈ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്ന നമ്മെ ജീവനുള്ള ക്രിസ്തു അവൻ്റെ കാൽവറിയിലെ മരണം മൂലം, അവൻ്റെ പരിശുദ്ധമായ രക്തം മൂലം വീണ്ടെടുത്ത് ജാതികളായിരുന്ന എന്നെ, പുറംപറമ്പിൽ കിടന്ന എന്നെ അവൻ്റെ മകനും അവൻ്റെ അവകാശിയുമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, നാം എത്ര ഭാഗ്യശാലികളാണ്. സഹോദര, ഈ അനുഭവം നീ പ്രാപിച്ചുവോ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ ഒരു അവകാശിയാണ്. ഞാൻ നിത്യജീവൻ്റെ ഓഹരിക്കാരനാണ്. ഞാൻ സ്വർഗീയ ഭവനത്തിലൊരു അംഗമാണ്. ഞാൻ യേശു ക്രിസ്തു ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ആ കുടുംബത്തിലൊരു അംഗമാണ്. ഞാൻ വിശുദ്ധന്മാരുടെ സഹപൗരനാണ്. ആ ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഒരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? വഴിത്തലക്കൽ മെനക്കെട്ട് നിന്ന ദുഷ്ടന്മാരെയും നല്ലവരെയും അതും ഇതും പറഞ്ഞു നിന്നവരെയെല്ലാം ഈ ദാസന്മാർ വിളിച്ചുകൂട്ടി ഈ രാജകുമാരൻ്റെ കല്യാണ സദ്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവരാരുമല്ല വന്നിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവർക്ക് വരാൻ തോന്നിയില്ല. യോഗ്യതയുള്ളവർ, രാജകുടുംബത്തിൽപ്പെട്ടവർ, വരേണ്ടവർ വന്നില്ല. എന്നാൽ അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത, ഈ സ്വർഗീയ കുടുംബവുമായിട്ട്, രാജകുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കണ്ട ദുഷ്ടന്മാരെയും വഴിയിൽ കണ്ടവരെയെല്ലാം ദാസന്മാർ വിളിച്ചുകൂട്ടി ഈ യജമാനൻ്റെ മകൻ്റെ കല്യാണ സദ്യക്ക് വന്നു കൂട്ടിയിരിക്കുകയാണ്. വിരുന്നുകാരെ കൊണ്ട് കല്യാണശാല നിറഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ വിരുന്നുശാല നിറഞ്ഞിരിക്കുന്നത് കണ്ട് രാജാവ് വിരുന്നുകാരെ എല്ലാം ഒന്ന് നോക്കാൻ കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ കല്യാണ സദ്യക്ക് കയറണമെങ്കിൽ അവിടെ രാജാവ് ഒരു നിബന്ധന വെച്ചിരുന്നു. എന്താണെന്നറിയാമോ? കല്യാണശാലയിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു കല്യാണ വസ്ത്രം സൗജന്യമായി രാജാവ് കല്യാണ സദ്യക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അത് വരുന്നവരാരും ഒന്നും ചെയ്യണ്ട, അവരാരും വില കൊടുക്കണ്ട. അത് സൗജന്യമായിട്ട് രാജാവ് തന്നെ കല്യാണ സദ്യയിലേക്ക്, കല്യാണശാലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് കൊടുക്കുന്ന സൗജന്യമായൊരു കല്യാണ വസ്ത്രമാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു മനുഷ്യൻ ഇതൊന്നും കൂട്ടാക്കിയില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി ഈ മനുഷ്യൻ വിരുന്നുശാലയിലേക്ക് കയറിയിരിക്കുകയാണ്. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ ആ വിരുന്നുശാലയിൽ കാണുകയാണ്. രാജാവ് എന്താണ് പറഞ്ഞത്? സ്നേഹിത. രാജാവ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ? നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ എങ്ങനെയാണ് നീ അകത്തു വന്നത്? എങ്ങനെ നിനക്ക് ഇതിനകത്ത് കയറി പറ്റാൻ പറ്റി? നീ എന്തുകൊണ്ടാണ് കല്യാണ വസ്ത്രം മേടിക്കാത്തത്? ഇത് തികച്ചും സൗജന്യമാണല്ലോ. നീ ഒരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്തുകൊണ്ടാണ് ഈ കല്യാണ വസ്ത്രം നീ മേടിക്കാത്തത്? ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വാക്കുമുട്ടിപ്പോയി. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. സൗജന്യമായി രാജാവ് കൊടുക്കുന്ന ഈ കല്യാണ വസ്ത്രം അവൻ കൈനീട്ടി മേടിച്ചാൽ മതിയായിരുന്നു. അവൻ വേറെ ഒന്നും ചെയ്യണ്ട.
അവൻ കൈനീട്ടിയ കല്യാണ വസ്ത്രം മേടിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, വിരുന്നുകാരെ നോക്കുവാൻ യജമാനൻ അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരു മനുഷ്യനെ വിരുന്നുശാലയിൽ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ നീ എങ്ങനെ അകത്ത് വന്നു എന്നുള്ളതായ ചോദ്യത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ വാക്ക് മുട്ടിപ്പോയി, ഉത്തരം മുട്ടിപ്പോയി, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടും എളിമയോടും ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ചോദിക്കട്ടെ, യജമാനൻ കൊടുക്കുന്ന ഈ സൗജന്യമായ കല്യാണ വസ്ത്രം, ഈ സൗജന്യമായ നീതിയിൻ വസ്ത്രം നിങ്ങൾ സ്വന്തമാക്കിയോ? മണവാളൻ്റെ അസ്വർഗീയ മണവാളൻ്റെ വിരുന്നിന് വേണ്ടി കടന്നു ചെല്ലുന്നതിന് മുൻപ് പിതാവായ ദൈവം നമുക്ക് സൗജന്യമായി തരുന്ന ഒരു നീതിയുടെ വസ്ത്രമുണ്ട്, നീതീകരണത്തിൻ്റെ വസ്ത്രം. പ്രിയപ്പെട്ടവർ, ഇത് സൗജന്യമാണ്, ഇത് വില കൊടുക്കേണ്ട. സഹോദര, നീ ഈ കല്യാണ വസ്ത്രം സ്വന്തമാക്കിയോ? നീ സൗജന്യമായ നീതീകരണം അനുഭവിച്ചോ? യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ആ സൗജന്യമായ നീതീകരണം, പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സൗജന്യമായി എൻ്റെ യേശു എനിക്ക് കഴുകി തന്നു എന്നുള്ളതായ ആ സ്വർഗീയ സൗജന്യ നീതീകരണം പ്രിയപ്പെട്ട സഹോദര നീ അനുഭവിച്ചോ? പ്രിയപ്പെട്ട സഹോദരി, നീ ഇത് പ്രാപിച്ചോ? പ്രിയപ്പെട്ട യൗവനക്കാരാ, നിന്റെ സ്വന്തമായി തീർന്നോ സൗജന്യമായ നീതീകരണം? അതിന് മനുഷ്യൻ ഒരു വിലയും കൊടുക്കണ്ട. അതിന് വിലയെല്ലാം സ്വർഗത്തിലെ ജീവനുള്ള ദൈവം കൊടുത്തു കഴിഞ്ഞു. എന്താണ് അവൻ കൊടുത്ത വില? തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെയാണ് അവൻ കൊടുത്ത വില. തൻ്റെ പുത്രനെ കാൽവറിയിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഈ പാപിയായ എന്നെ, ഈ അശുദ്ധനായ എന്നെ, സ്വർഗരാജ്യത്തിൽ ഒരിക്കലും ചെന്നെത്താൻ സാധ്യതയില്ലാത്ത എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ, എന്നെ നീതീകരിക്കുവാൻ നീതിമാനായ ക്രിസ്തു ഊനമില്ലാത്ത കുഞ്ഞാടായി കാൽവറിയിൽ അറുക്കപ്പെട്ടു. അവൻ്റെ രക്തം മൂലം എനിക്ക് പാപത്തിന് പരിഹാരമുണ്ട്, എൻ്റെ പാപത്തിന് മോചനമുണ്ട്, എനിക്ക് എൻ്റെ പാപത്തിന് നീതീകരണമുണ്ട്. നീതി കെട്ടവനായ എന്നെ സൗജന്യമായി നീതിമാനെന്ന് മുദ്ര കുത്തുന്നതാണ് നീതീകരണം. പ്രിയപ്പെട്ട ദൈവവേദലേ, നീ നീതീകരണം അനുഭവിച്ചോ? നീ നീതീകരണം പ്രാപിച്ചോ? റോമാലേഖനം 3-ാം അധ്യായം 24-25 വാക്യം, അവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ സൗജന്യമായ നീതീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സഹോദര, നീതീകരണം സൗജന്യമാണ്, അതവൻ്റെ കൃപയാലാണ്. അത് നീ അനുഭവിക്കുന്നത് വിശ്വാസത്താലാണ്. ഈ വിശ്വാസത്താലുള്ള സൗജന്യമായ നീതീകരണം മകളെ നീ അനുഭവിച്ചോ? സഹോദര, നീ അനുഭവിച്ചോ? ഇല്ലെങ്കിൽ തീരാവുന്ന നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ കുഞ്ഞാടിന് കല്യാണ സദ്യയ്ക്ക് ക്ഷണം ലഭിച്ചവരാണ് നിങ്ങൾ. എന്നാൽ ഈ സൗജന്യമായി ലഭിക്കുന്ന നീതീകരണത്തിന് കല്യാണ വസ്ത്രം സഹോദര നീ പ്രാപിച്ചോ? ഇത് നീ കൈനീട്ടി സ്വന്തമാക്കിയോ? നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ എനിക്ക് സൗജന്യമായി ക്ഷമിച്ചു തന്നു എന്നുള്ള ആ ഉറപ്പ് നീ പ്രാപിച്ചുവോ? ഇല്ലെങ്കിൽ ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്കത് വിശ്വാസത്താൽ അനുഭവിക്കാം. നീ ക്രൂശിലേക്കൊന്ന് നോക്കിയാൽ മതി. നിന്നെ സൗജന്യമായിട്ട് നീതീകരിക്കുവാൻ നീതിമാനായ ക്രിസ്തു നീതി കെട്ടവനെ പോലെ കാൽവറിയിൽ 3 നാണിമേൽ തൂങ്ങിക്കിടക്കുന്നത് നിന്റെ ഹൃദയ കണ്ണു തുറന്ന് നീ കാണുമോ? അവൻ്റെ കൃപയാൽ ക്രിസ്തുവേ യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയുടെ മലമുകളിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. മകനെ, നിനക്ക് ആ ക്രൂശിൻ ചൂട്ടിലേക്ക് വരാമോ? നിനക്ക് ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാമോ? കാൽവറിയിൽ തറകപ്പെട്ട് കിടക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ മുഖത്തേക്ക് നിനക്കിപ്പോൾ ഒന്ന് നോക്കാമോ? അവൻ്റെ ക്രൂശിലേക്ക് നിനക്കൊന്ന് നോക്കാമോ? അവൻ്റെ ക്രൂശിൽ കൂടി ഒഴുകി വരുന്ന ആ പരിശുദ്ധ രക്തത്തിലേക്ക് നിന്റെ ഹൃദയ കണ്ണ് തുറന്ന് നിനക്കൊന്ന് നോക്കാമോ? നിന്റെ പുറമെയുള്ള കണ്ണുകൾ നിനക്ക് ഒരു നിമിഷം ഒന്ന് അടച്ചിട്ട് നിന്റെ ഹൃദയ കണ്ണുകൾ കാൽവറിയിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തുക. പ്രിയപ്പെട്ട സഹോദര, അവിടെ ഒരു ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ട് കിടക്കുന്നു. മകനെ, നിന്നെ നീതീകരിക്കുവാനാണ്, നിനക്ക് കല്യാണ വസ്ത്രം തരുവാനാണ്, നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാനാണ്, നിനക്ക് നിത്യജീവൻ തരുവാനാണ്, നിന്റെ പാപശാപങ്ങൾ അവൻ ക്ഷമിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ്, ശാപബന്ധനങ്ങൾ അഴിക്കുവാനാണ് ഊനമില്ലാത്ത കുഞ്ഞാട് കാൽവറിയിൽ അറുക്കപ്പെട്ടത്. ആരെല്ലാം ഇപ്പോൾ ക്രൂശിലേക്ക് നോക്കുന്നുണ്ട്, ക്രൂശിലേക്ക് ആരെല്ലാം
കണ്ണുകൾ ഉയർത്തുന്നുണ്ട്. ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന ഊനമില്ലാത്ത കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെല്ലാം കാണുന്നുണ്ട്, ആരെല്ലാം അവൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നുണ്ട്, ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നുണ്ട്, ആരെല്ലാം പാപത്തെ ഓർത്ത് അനുദപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ പാപത്തോട് നീ യാത്ര പറയുക, നിന്റെ പാപത്തെ ഓർത്ത് നീ അനുദപിക്കുക, നിന്റെ ജീവിതം നീ ക്രൂശിന് ചൂട് അർപ്പണം ചെയ്യുക, യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിക്കുക. കുരിശിലെ തിരുരക്തത്താൽ നീ സൗജന്യ നീതീകരണം അനുഭവിക്കുക. യേശു നിന്നെ വിളിക്കുകയാണ്, യേശു നിന്റെ അരികത്ത് വരികയാണ്, യേശു നിന്റെ നേരെ അവൻ്റെ കരം നീട്ടുകയാണ്. അവന് വേണ്ടി നിന്റെ ഹൃദയം തുറക്കുക, അവനോട് നീ വാക്ക് പറയുക, പാപത്തോട് നീ യാത്ര പറയുക, കുരിശിൻ ചൂട്ടിൽ നിന്റെ ജീവിതം സമർപ്പിക്കുക. യേശുവേ, ഇന്ന് മുതൽ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ഒരു അടിമയായി ഇന്ന് മുതൽ ഞാൻ ജീവിക്കുമെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. മകനെ, നിന്റെ നെറ്റിമേൽ യേശുവിൻ്റെ തിരുരക്തം അവൻ മുദ്രയായി തരും. അവൻ നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു തരും. അവൻ നിനക്ക് നിത്യജീവന്റെ അവകാശം തരും. അവൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും, നീ ഒരു ഭാഗ്യവാനായി തീരും. യേശുവിനെ കൈക്കൊള്ളുക, യേശുവിന്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കുക, യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കല്യാണ വസ്ത്രം ഞങ്ങൾക്ക് തരുവാൻ അവിടുന്ന് സ്വർഗീയമായ ആ കല്യാണ വസ്ത്രവുമായി, നീതിயின் വസ്ത്രവുമായി ഞങ്ങളുടെ അരികത്ത് വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. അവിടുന്ന് ഞങ്ങളെ നീതീകരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ നീതീകരിക്കുവാൻ അവിടുന്ന് രക്തം ചിന്തിയതിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവരുടെ മേൽ നിന്റെ തിരുരക്തം മുദ്രയായി അവിടുന്ന് ചാർത്തണമേ. നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.